ഇവിടുന്നാണ് നമ്മളെ മെയിൻ ഗാർഡനിലേക്ക് റീപോർട്ട് ചെയ്തിട്ട് ഒരുപാട് പ്ലാന്റ്സ് പോകുന്നത് കേട്ടോ. ഞാൻ അധികം ഒന്നും വില കൊടുത്ത് വാങ്ങിയിട്ടില്ല, പൈസ കൊടുത്ത് ചെടികൾ വാങ്ങിച്ചിട്ടില്ല. ഒരിടത്തു നിന്ന് കിട്ടുമ്പോൾ കട്ടിങ്സുകൾ ഇങ്ങനെ വെച്ച് കൊടുക്കലാണ് കേട്ടോ. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇങ്ങനെ റോസൊക്കെ കട്ട് ചെയ്തെടുക്കുക, അതൊന്ന് വെച്ച് പിടിപ്പിക്കുക. വൈറ്റ് റോസിൻ്റെ ഒരു ഇതാണ്, കമ്പ് റോസാണ് കേട്ടോ. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചാണ്. അതിൽ നിന്ന് ഇങ്ങനെ നമ്മൾ ഫ്ലവർ കഴിഞ്ഞിട്ട് കട്ട് ചെയ്യൂല, അത് ഞാൻ ജസ്റ്റ് ഇതിലൊന്ന് ഓട്ടി വെച്ചാണ്. കണ്ടോ, ഈ കവറിൽ തന്നെ ഒരു 2-3-4 പ്ലാന്റിൻ്റെ കമ്പുകളുണ്ട്, ഇതുപോലെ ഓട്ടി വെച്ചതൊക്കെയാണ്. എന്തായാലും ഇതിൽ പൂവിട്ടിട്ടുണ്ട്. എന്തായാലും ഈ ഫ്ലവറിങ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് റീപോർട്ട് ചെയ്യാം, വേറെ പുതിയ പോട്ടിലേക്ക് മാറ്റണം. അപ്പോൾ ഇവിടുന്നാണ് നമ്മൾ അതായത് വീടിൻ്റെ ബാക്കിലാട്ടോ ഒട്ടുമിക്ക ചെടികളും, ഒരു പകുതി മുക്കാൽ നമ്മൾ ഗാർഡനിലുള്ള ചെടികളും ഞാനിങ്ങനെ കമ്പ് കുത്തി പിടിപ്പിച്ച്, എനിക്ക് അതാ ഇഷ്ടം കേട്ടോ. വലിയ പ്ലാന്റ് ഒന്നിച്ച് വാങ്ങുന്നേക്കും എനിക്കിഷ്ടം ചെറുത് ഇങ്ങനെ പിടിപ്പിച്ച് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വെക്കുന്നതാണ്. അതെന്തോന്നാവും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. റോസൊക്കെ എനിക്ക് കുറച്ച് വലിയ പ്ലാന്റ് വാങ്ങാൻ ഇഷ്ടം, കാരണം ക്ഷമയില്ല, അത് കുറച്ച് സ്ലോ ഗ്രോത്ത് ആണല്ലോ. അപ്പോൾ ഇത് ഓർക്കിഡാണ്, ഇത് നമുക്ക് ഇതിൻ്റെ ബൾബ് കിട്ടിയിട്ടുള്ളതാണ് വെക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു കിഴങ്ങുണ്ടല്ലോ, അപ്പോൾ അതിപ്പോൾ അതിങ്ങനെ എണച്ചം പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലൊന്നും പെടാതെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ളതാണ് ഈ പിറ്റോണിയ. ഇത് നാടൻ വെറൈറ്റിയാണ്, അതുകൊണ്ട് തന്നെ എപ്പോഴും ഫ്ലവർ കാണാറുണ്ട്. ഈ ഒരു തെച്ചി ഉണ്ടല്ലോ, ഇപ്പോൾ 2-3 നമ്മൾ ഷോർട്ട് വീഡിയോയിൽ എപ്പോഴും കാണിക്കാറുണ്ട്. ഇതിൻ്റെ രസം കൊണ്ട് തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ ഫ്ലവർ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. താങ്ക് യു.